അനൂപ് ദാസ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, അമിത്ഷാ ഇപ്പോൾ ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രി വിജയവാഡയിലായിരുന്നു, അദ്ദേഹവും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അപകടത്തിൽ 242 ആളുകൾ ഉൾപ്പെട്ട അപകടത്തിൽ ഒരാൾ, വിശ്വാസ് കുമാർ രമേശ് എന്ന ആൾ, മാരകമായ പരിക്കേൽക്കാതെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു, അതിജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ പരിക്കുകളോടെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിജീവിച്ചു എന്ന് 100% പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ വിശ്വാസ് കുമാർ രമേശ് അതിജീവിച്ചിരിക്കുന്നു. അയാൾ എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തോട് പറയാൻ ബാക്കിയായിരിക്കുന്നു. ഇത്ര വലിയ ദുരന്തത്തിനിടയിലും ഒരു വെള്ളിരേഖ അവിടെ ബാക്കിയാവുകയാണ്. ഈ വിമാനം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നാണ് വിശ്വാസ് കുമാർ പറഞ്ഞത്? അദ്ദേഹം പറയുന്ന കാര്യം, വിമാനം പറന്നുയർന്ന് ഏതാണ്ട് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ശബ്ദം കേട്ടു. പിന്നെ അദ്ദേഹം കാണുന്നത് കുറേ ശവശരീരങ്ങൾക്കിടയിൽ അദ്ദേഹം കിടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ എണീറ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പോകുന്ന വഴിയിൽ ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് മാറ്റി. ഇത്രയുമാണ് ഈ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ വിശ്വാസ് കുമാർ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കണ്ണിനും നെഞ്ചിനും കാലിനും പരിക്കുണ്ട്. പരിക്ക് അഭിലാഷ് പറഞ്ഞ പോലെ അതീവ ഗുരുതരമല്ല, പക്ഷേ പരിക്കുണ്ട്. ആ പരിക്കൊന്ന് മാറി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കാൻ പറ്റും. മാത്രവുമല്ല, ഈ രക്ഷപ്പെട്ടയാളുടെ സഹോദരൻ കൂടി ഇതേ വിമാനത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണവും സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. നേരത്തെ ഇന്ത്യൻ പൗരനായിരുന്നു, ഇന്ത്യൻ വംശജനാണ്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ലണ്ടനിലാണ് താമസം. ഇന്ത്യയിലേക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾ താമസിച്ച് തിരികെ ലണ്ടനിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ മഹാദുരന്തം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് വിമാനത്തിനുള്ളിൽ ഇരുന്ന ഒരാളിൽ നിന്ന് അന്വേഷണ സംഘത്തിനൊക്കെ അറിയാൻ കഴിയും. അതിൻ്റെ കൂടെ ബ്ലാക്ക് ബോക്സ് ലഭിക്കും, ഒപ്പം ATCയിൽ നിന്നുള്ള വിവരങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിമാനത്തിന് അപകടത്തിലേക്ക് വഴുതി വീഴാനുള്ള കാരണം എന്താണ് എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.